ഹലോ, ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. സിഗ്നേച്ചർ ആണത്രേ. അപ്പൊ 4 മണി ചായ ഉണ്ടാക്കുന്നത് 5 മണിക്കാണ് കേട്ടാ. പെട്ടെന്ന് ഉമ്മ പറഞ്ഞു, അതേ ആ പഴം നാളത്തേക്ക് നാശാവും, നീ കുറച്ച് പഴംപൊരി ഉണ്ടാക്കുന്നു. എന്നാ പിന്നെ അതെന്താക്കാം, പഴംപൊരി ആക്കാം. അപ്പം പഴമൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പഴംപൊരി ഒക്കെ സെറ്റാണ്. ഇനി ഇത് എണ്ണ ഇട്ടിട്ട് പൊരിച്ചെടുക്ക്. നമ്മളെല്ലാരും കൂടി മാവിന്റെ ഒപ്പം ചേർത്ത് പൊരിച്ചെടുത്ത് നമ്മ ചായയും കൂട്ടി അടിക്കണ ഒരു ചെറിയൊരു വീഡിയോ കണ്ടാലോ? ഈ മാവ് മിക്സ് ആക്കാൻ വേണ്ടിട്ട് ഒക്കെ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് വീഡിയോന്റെ ഓർമ്മ. അപ്പൊ ഇതേ മൈദ കുറച്ച് എടുക്കുന്നുണ്ട്. മൈദ അത്യാവശ്യത്തിന്. എത്ര പഴം ഉണ്ടാവും? ഇത് 3 പഴം. 3 പഴം. 3 പഴം കുനുകുന അരിഞ്ഞത്. അല്ല, കുനുകുനല്ല, നീളത്തിൽ അരിഞ്ഞത്. അത്യാവശ്യത്തിന് മൈദ. ഇനി എന്താ ചേർക്കുക? അടുത്തത് ലേശം പഞ്ചസാര നമ്മൾ മൈദയിലോട്ട് ചേർക്കുന്നു അല്ലേ? പഴത്തിന് മധുരമുണ്ട്, എന്നാലും പഞ്ചസാര ചേർക്കലുണ്ട്. എന്നാലും ചെറിയൊരു മധുരത്തിന് അല്ലേ? അടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾ സാദം, പിന്നെ കുറച്ച് ഉപ്പും വേണം. ഒരു മധുരം ബാലൻസ് ആക്കാൻ വേണ്ടിട്ട് കുറച്ച് മതി. ആവശ്യത്തിന് ഉപ്പ്. അപ്പോ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മൈദ, പഞ്ചസാര എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. എന്താ ഇത് സോഡാപ്പൊടി ഇല്ലേ, കുറച്ചിടും. ഒരുപാട് ഇട്ട കളർ മാറും, കുറച്ച് വെറുതെ ഇട്ടാ മതി. അത് ഇടുവോന്ന് നമുക്കറിയില്ല. ആവശ്യത്തിന് ഞാൻ ഇടലുണ്ട്. തരീശ ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ആക്കല്ലേ അല്ലേ? അപ്പൊ ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ഞാന് പഴംപൊരിയിൽ എക്സ്പെർട്ട് ഒന്നും അല്ല. ഉമ്മ TV കാണാൻ ഇരിക്കണുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വന്നിക്കണ്. അപ്പൊ എന്റെ പിന്നാലെ ക്യാമറ എടുത്തിട്ട് ചെബിക്കാൻ വന്നു. അതെന്താ സംഭവം എന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞില്ലേ, പഴം നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആരും കഴിക്കുന്നില്ല, അങ്ങനെ ഇരിക്കുക. അപ്പൊ എവിടെ പഴം അരിഞ്ഞില്ലേ? അപ്പൊ ആ പഴത്തിന്റെ മേലെ പഴുപ്പ് കൂടിയിട്ട് ഒരു കറുപ്പ് കളർ ഇങ്ങനെ വന്നു തുടങ്ങി. അതില്ലേ, ഇന്നലെ ഒരു വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു നമ്മള്. എന്തോ ഒരു പഴമുണ്ട്. അപ്പം അതില് കവറില് പഴം ഇട്ടിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കവറോട് തന്നെ പഴം വെച്ചപ്പോ അത് ഒരുപാട് പഴുത്തുപോയി. പിന്നെ ഇവിടെ ഫുള്ള് മറ്റേ ഈച്ച വരാൻ തുടങ്ങി. ഒരു ചെറിയ ഈച്ച വരാൻ തുടങ്ങി. പിന്നെ പോലെ തന്നെ തൊലി കറുപ്പ് കളർ അടിച്ചു. അപ്പൊ അമ്മ പറഞ്ഞ ഒരു പഴംപൊരി ഉണ്ടാക്കുക 4 മണിക്ക് ചായക്ക് കൂട്ടാന്ന് പറഞ്ഞു. എന്നാ പിന്നെ പഴംപൊരി ഉണ്ടാക്കല്ലേ, ഞാനൊരു വീഡിയോ പിടിച്ചേക്കാന്ന് പറഞ്ഞു. അന്നാണ് ഇതിന്റെ തുടക്കം അല്ലേ? ഇപ്പൊ എന്തായി കുഴക്കലൊക്കെ? ഒരു ഇതായി വരുന്നു. ഇത് നല്ലപോലെ ഈ കട്ടയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ മടക്കായിട്ട് റിബൺ കൺസിസ്റ്റൻസി അങ്ങനെ ആവണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയാവും അല്ലേ? ഓക്കെ. ഇവിടെ എത്ര പഴം ഉണ്ടാവും? 3 പഴം 4 എണ്ണായിട്ട് മുറിച്ച് നമുക്ക് 1 2 3 4 5 6 7 കണ്ടില്ലേ? ഗ്യാപ്പിലൊന്ന് മിസ്സായി. അപ്പോ ഒരു 12 പഴംപൊരി ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ നേരത്തെ ഈ സംസാരത്തിനിടയിൽ ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താണ് റിബൺ കൺസിസ്റ്റൻസിന്ന്? ആ സംഭവമാണ് അത്ര. ഇത് ഒന്നുകൂടി കാണിച്ചേ. കണ്ട, ഇതേപോലെ വരണം പറഞ്ഞേ. അപ്പൊ എല്ലാരും പഴംപൊരി ഉണ്ടാക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക. റിബൺ കൺസിസ്റ്റൻസി ആവാൻ ശ്രമിക്കുക. ആദ്യത്തെ പഴംപൊരി ഇട്ടിട്ട് നമ്മളോട് വെച്ചു. സംഭവം ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടാ. ഞാൻ പ്രതീക്ഷിച്ചില്ല താലിക്കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. പറഞ്ഞത് അത് കൊളായി. ഉമ്മ പറയും പഴംപൊരി ആണെങ്കിൽ ചട്ടിയിൽ മാത്രം ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഉമ്മാക്ക് അത്രയ്ക്കും എന്താ പറയാ ഇഷ്ടപ്പെട്ട ചട്ടിയാ. പൊട്ടി പിടിക്കില്ല അല്ലേ?
ഫസ്റ്റത്തെ പഴംപൊരി സക്സസ് ആയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ഓരോന്നിട്ട് വരുമ്പോഴേക്കും നേരം വെളുക്കുവോ? ഇല്ല. 2 വെച്ചിടാൻ പറ്റില്ല. പറ്റും. ഇതിപ്പോ എന്താ പറയാ, വീഡിയോ ഒക്കെ പിടിക്കുമ്പോ നമുക്കത് ആ ഒരു ഇതില് കിട്ടുന്നില്ല. അതെ അതെ, ആ ഒരു എന്താ പറയാ, പഴയ ജിംനാസിയാണ്. അതുകൊണ്ട് വീഡിയോ എടുത്തില്ലെങ്കിൽ മാത്രമേ അത് ഇതില് കിട്ടുള്ളൂ. അപ്പൊ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇങ്ങനെ കമന്റ് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്താ ദുബായിൽ വന്നിട്ട് കറങ്ങാനൊന്നും പോണില്ലേ. നമ്മള് 2-3 വട്ടമൊക്കെ കറക്കം കഴിഞ്ഞതാ. അത് അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇൻഷാല്ലാ അടുത്ത ഒരു 2 ദിവസം കഴിഞ്ഞൊരു പ്ലാൻ ഉണ്ട്. നമുക്ക് ഇൻഷാല്ലാ അതൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് ഉമ്മ ഉപ്പ എല്ലാരും കൂടി ഇങ്ങനെ പോണ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഇടണം. സന്തോഷമല്ല അതൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിൻകാലത്ത് നമുക്ക് തന്നെ അതൊക്കെ കാണുമ്പോ ഒരു ഓർമ്മകളല്ലേ. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? ആ യാത്രകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ എത്ര കാലം വരെ ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കും. അപ്പൊ ഇതേപോലെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പിൻകാലത്ത് കാണാം, നിങ്ങളുടെ മക്കൾക്കും കാണിച്ചു കൊടുക്കാം. പഴംപൊരിനെ കുറിച്ച് പറയാ. പഴംപൊരി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല, ഓ മിയ പഴംപൊരി കേട്ടാ. 2 പഴംപൊരിയായ സന്തോഷത്തിലാണ്. സംഭവം ഇനി കഴിച്ചു നോക്കിയിട്ട് ഉമ്മാനെ കൊണ്ടും പറയിപ്പിക്കണം. അല്ലെങ്കിൽ അല്ല, ഇതിപ്പോ ഞാൻ തന്നെ പറയുകയാണെങ്കിൽ കാണുന്ന ആൾക്കാർ പറയും, ഓ അവന്റെ വൈഫ് ഉണ്ടാക്കിയ കാരണം അവ അങ്ങനെ പറയണമെന്ന്. നമുക്ക് ഉമ്മാനെ ഉപ്പാനെ കൊണ്ട് പറയിപ്പിക്കും. ഉപ്പ വന്നിട്ട് എന്താണെങ്കിലും അത് പറയുന്ന ടീമാ. നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറയും, നന്നായിട്ടില്ലെങ്കിൽ നന്നായിട്ടില്ല എന്ന് പറയും. നമുക്ക് ഇൻഷാല്ലാ ഇത് കൊടുത്തിട്ടേ നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാൻ എന്താ പറയണെന്ന്. അപ്പൊ ഈ പഴംപൊരി മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് 2 എന്നുള്ളത് ഇവിടെ കുറെ ആകുമ്പോ വീണ്ടും വരാം. ഓക്കെ. അങ്ങനെ പഴംപൊരിയും ചായ റെഡി ആയിട്ടില്ല, പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് സെറ്റിട്ടാ, പഴംപൊരി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ചായയും കൂട്ടിയിട്ടേ ഉപ്പാക്ക് കൊടുത്തിട്ട് ഉപ്പാന്റെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു നോക്കാം, ഉമ്മാക്കും കൊടുക്കാം. അങ്ങനെ നമുക്ക് 4 മണി ചായ കഴിക്കാം. അപ്പൊ ചായ സെറ്റ് ആക്കൂലേ? ഞാൻ ടേബിളിൽ ഇരിക്കാം. ഓക്കെ. പഴംപൊരിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഉമ്മാടത്ത് കൊടുത്തിട്ടേ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാട്ടാ. ഉമ്മ കഴിക്കുന്നുണ്ട്. ഉമ്മ പഴംപൊരി നല്ല കുഴഞ്ഞിട്ട് ശരിക്കും കടയിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലെ പഴംപൊരി ഉണ്ട്. നല്ല പഴുത്തിട്ടുണ്ട്. സൂപ്പറായിരുന്നു. കടയിൽ ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. നല്ല വെളിച്ചെണ്ണയുടെ മണവും ഒക്കെ ഉണ്ട്. കണ്ട നല്ല കുഴഞ്ഞിട്ട്. അത് പഴുക്കാത്ത പഴമാകുമ്പോ ഒരു ഇതുണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാനും കഴിച്ചു നോക്കട്ടെ. ആ പഴംപൊരി നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല ചൂടുണ്ട്. നല്ല പഴുത്ത പഴമായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. 1-2 കഴിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റില്ല. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ? ഒരു ഗ്ലാസ് ഉപ്പല്ലേ ഷർട്ട് ഇടാത്ത കാരണം വീട്ടിൽ വരുന്നില്ലാന്ന് പറഞ്ഞു. പക്ഷെ പിടിച്ചു നോക്കിയത് നല്ല ഇതുണ്ട് പറഞ്ഞില്ലേ ഉപ്പ, സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 4 മണിക്ക് ഞാൻ പഴംപൊരി അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഒരു ഗ്ലാസ് പാൽച്ചായും ഒരു പഴംപൊരിയും. പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ട്. 1-2 തിന്നുന്നുണ്ട്. നമ്മുടെ പഴംപൊരി കിട്ടാത്ത സെപ്പിക്കാർക്ക് മാത്രമാണ് ഇതിനൊക്കെ ഉണ്ടാക്കും പോട്ടാ. അപ്പൊ അത്രേ ഉള്ളു വീഡിയോ. ഇനി അവസാനിക്കാം. ബൈ. നമ്മുടെ പഴംപൊരി ഇഷ്ടമായാല് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ ഒരു 4 മണി വീഡിയോ ആയിട്ടല്ല, വേറെ വീഡിയോ ആയിട്ടും വരാം. അപ്പൊ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പറയുമ്പോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയി വരാം ഇൻഷാ അല്ലാഹ്.